ടാക്സി സേവനം തടയുന്നത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പൗരന്റെ സ്വതന്ത്രമായ സഞ്ചാരത്തെയും ഉപജീവന മാർഗത്തെയും തടസ്സപ്പെടുത്താനാവില്ലെന്നും സേവനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ പോലീസ് കർശന നടപടിയെടുക്കണമെന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം. സേവനം തടയുന്നവർക്കെതിരെ സ്വകാര്യ മുതൽ നശിപ്പിച്ച നിയമപ്രകാരം കേസെടുക്കാമെന്നും 2019 ഒക്ടോബറിലെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, നിയമത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്കെതിരെ അതിക്രമം ഉണ്ടായാൽ അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ, അത് നിയമപരമായി ഇവർക്ക് ഓടാനുള്ള ലൈസൻസ് ഉണ്ടോ, രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും കോടതിയുടെ നിരീക്ഷണവും ഉത്തരവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും റോഷ്നി, ഹൈക്കോടതിയുടെ 2019 ഉത്തരവ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓൺലൈൻ ടാക്സി സേവനം തടയുന്നത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ്. അതായത് ഈ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് മൗലികാവകാശങ്ങൾ എന്നുള്ള തരത്തിൽ അതിനെ കോടതി ഡിഫൈൻ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അന്നത്തെ ഹൈക്കോടതി വിധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഈ മൗലികാവകാശത്തോടൊപ്പം തന്നെ പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയാണ് അത് ഉപജീവന മാർഗവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒരേ നിലയിൽ വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് ഒരു കുറ്റകരമാണ് എന്നുള്ള നിരീക്ഷണമാണ് അന്ന് ഹൈക്കോടതി പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കേസെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും നിലയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സേവനം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് ഇടപെടേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഹൈക്കോടതി അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ എടുക്കേണ്ട ഒരു കുറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ കാണേണ്ടത് എന്ന് പറയുന്നത് സ്വകാര്യ പ്രോപ്പർട്ടി, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ മുതൽ നശിപ്പിച്ച കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് എന്നുള്ള വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ നിയമപ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ വലിയ രീതിയിൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ സംസ്ഥാനത്ത് ഏതെങ്കിലും നിലയിൽ തടയുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെ അക്രമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരുടെ യാത്രകളെ ഏതെങ്കിലും നിലയിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോലീസ് ഇടപെടണം എന്നുള്ള കർശന നിർദ്ദേശം കൂടിയാണ് 6 വർഷത്തിന് മുമ്പ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതേസമയം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമല്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാം. അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ ബന്ധപ്പെടാം എന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകുന്നുണ്ട്. അതായത് സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ് ഓൺലൈൻ ടാക്സി സേവനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഹൈക്കോടതി ഈ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതാണ് ഈ 6 വർഷം മുമ്പുള്ള ഹൈക്കോടതി ഉത്തരവ് ഈ സമയത്ത് മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഏറ്റവും പ്രസക്തി ആർജിക്കുന്നതും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ഇപ്പോൾ എന്തായാലും ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇവരുടെ സേവനങ്ങൾ തടസ്സപ്പെടുന്ന മൗലികാവകാശങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതിനോ തുല്യമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് വരുന്നു. അതിൽ പോലീസിന് കർശനമായി ഇടപെടാൻ സാധിക്കുന്നു, അതിൽ കേസെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നതാണ് ഈ വിധി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. റോഷ്നി, അപ്പൊ ഈ വിധി കൂടി നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഓൺലൈൻ ടാക്സിക്കാരെ കയ്യേറ്റം ചെയ്ത് അവർക്കെതിരെ അതിക്രമം നടത്താൻ കഴിയില്ല. കോടതി തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അവർക്ക് സംരക്ഷണം ഒരുക്കണം എന്ന് പറയുന്നുണ്ട്. ബാക്കി പരിശോധനകളൊക്കെ ഏതൊക്കെ കമ്പനികൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, ഏതൊക്കെ കമ്പനികൾക്ക് കേരളത്തിൽ ഓടാനുള്ള അനുമതിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധനകളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, മന്ത്രി നേതൃത്വം നൽകട്ടെ, വിവരങ്ങൾ കണ്ടെത്തട്ടെ. പക്ഷേ ഈ അതിക്രമങ്ങൾ അത് പാടില്ലാത്തതാണ് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്.